ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് 3/3/2025 LGS വേരിയസ് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ജില്ലയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കാസർഗോഡാണ്. അപ്പൊ കാസർഗോഡത്തെ കാര്യം ഞാൻ പറയുമ്പോൾ കാസർഗോഡത്തെ ഇതുവരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് ഒരു മാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ആരും അങ്ങനെ പറയുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇനി വെരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പൊതുവെ ഒരു പറയുന്ന ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇതുവരെ വന്ന ജില്ലകളിൽ കാസർഗോഡ് നമുക്ക് ഏകദേശം എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതുവരെ അറിഞ്ഞ മാർക്ക് അനുസരിച്ച് കാസർഗോഡ് ഏകദേശം ഒരു 70-നും 73-നും ഇടയിൽ ജനറൽ വിത്തൗട്ട് EWS മാർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നു എന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇത് തികച്ചും ഒരു നിഗമനം മാത്രമാണ്. യാഥാർത്ഥ്യം ഇതിലും വ്യത്യസ്തമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ, ഇതൊന്നും കറക്റ്റായിട്ട് കുട്ടികൾ പറയുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം മാർക്ക് നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കണ്ട എന്നുള്ള കാര്യം, ചിലപ്പം മാർക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ ലിസ്റ്റ് വരുമ്പോൾ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ള കാര്യം, ചിലപ്പോൾ റിസർവേഷനിലാണോ സപ്ലിമെന്ററി ലിസ്റ്റിലാണോ എന്നൊക്കെയുള്ള ഡൗട്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം LGSന്റെ ഈ ഒരു മാർക്ക് വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടാത്തത്. ഓക്കെ, അപ്പം ഇതുവരെ വന്നതിൽ കാസർഗോഡ് മാത്രമാണ് നമുക്ക് ഒരു ഐഡിയ പോലും കിട്ടാത്തത്. പക്ഷെ ഏകദേശം ഒരു നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു മാർക്കിന്റെ ഏകദേശം ഒരു റേഞ്ച് അനുസരിച്ച് 70-നും 73-നും ഇടയിൽ, കാരണം ആ ഒരു റേഞ്ച് വരാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, പാലക്കാടും കാസർഗോഡും ഏകദേശം ഒരു 70 അടുപ്പിച്ചൊക്കെ നിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. കൊല്ലവും 72, പാലക്കാട് 70+ ആണ് പറഞ്ഞത്. 70-71 പാലക്കാട് വന്നിട്ടുണ്ട്. കാസർഗോഡ് 70-നും 73-നും ഇടയ്ക്കാണ്. കാരണം ഇങ്ങനൊരു റേഞ്ച് നമ്മൾ ആദ്യമായിട്ടാണ് പറയുന്നത്. നോക്കിയറിയാം, നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഈ ഒരു റേഞ്ച് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. കാരണം ആ ഒരു റേഞ്ച് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വന്നത് വയനാട് 68. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിൽ വന്ന ആ ഒരു മാർക്ക് അനുസരിച്ച് മിക്കവാറും 4 ജില്ലകളിലും ഏകദേശം 70 അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. 70-ൽ പുറത്തു പോയ ജില്ലകളുമുണ്ട്. ഓക്കെ, അതാണ് കാസർഗോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വരാനുള്ള 3 ജില്ല തിരുവനന്തപുരം, കോട്ടയം ആൻഡ് തൃശ്ശൂർ. അപ്പൊ ഈ 3 ജില്ലയിൽ നാളെ, അതായത് ചൊവ്വാഴ്ച 4/3/2025 ഏകദേശം തിരുവനന്തപുരം, കോട്ടയോ തൃശ്ശൂരോ ഇതിലെ 3-ലെ ഏതെങ്കിലും ഒരു ജില്ലയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൂടെ വന്നു കഴിയുമ്പോൾ എല്ലാ ജില്ലയും ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പൊ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 4 ഈ 3 സ്റ്റേജിൽ നടന്ന എല്ലാ ജില്ലകളിലെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി 3 ജില്ലയിലാണ് വരാനുള്ളത്. ഓക്കെ, കാസർഗോഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റിസർവേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം പറയുന്നത് ഈ മറ്റേ വീഡിയോ ഒന്നും കാണാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയും. ചിലപ്പോൾ ആലപ്പുഴ എഴുതിയ ആൾക്കാർ നമ്മൾ കൊല്ലം ഇടുമ്പോൾ അത് കാണില്ല, കാരണം ആലപ്പുഴ അല്ലല്ലോ അവരുടെ ജില്ല. അപ്പോൾ കാസർഗോഡ് ഇതുവരെ ഇന്നാണ് മെസ്സേജ് വന്നത് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് നേരത്തെ പറഞ്ഞ ജില്ലകൾ നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്ത ചിലപ്പോൾ ആ ഒരു വീഡിയോ അവരുടെ ജില്ല അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് വീഡിയോ കണ്ട് കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുമ്പോൾ ആ ജില്ലയെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജിന്റെ കുറിച്ച് വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർവേഷനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോയി അക്ഷയയിൽ പോയിട്ട് NCLO അല്ലെങ്കിൽ കാസ്റ്റോ അല്ലെങ്കിൽ EAO അല്ലെങ്കിൽ EWS ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ അതിന്റെ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യുക. അതിനുശേഷം അതായത് ജനറൽ വിത്തൗട്ട് EWS ഉള്ള ആൾക്കാർ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നേരത്തെ ഏതെങ്കിലും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർ ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതിയാകും. അല്ലാതെ റിസർവേഷൻ ഉള്ള ആൾക്കാർ റിസർവേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കണം, അതുപോലെ തന്നെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കണം. ഇനി ഇതുവരെ ഒരു വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷന്റെ സ്ഥലത്ത് SSLC കൊടുത്തിരിക്കണം, മസ്റ്റാണ്. പിന്നെ ആധാർ കൊടുത്തിരിക്കണം. റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ +2 കൊടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതൊക്കെ വെരിഫൈ ചെയ്ത് തരുമോ എന്നുള്ള കാര്യം അത് വെരിഫിക്കേഷൻ ടൈമിൽ PSC ഓഫീസിൽ ചെല്ലുമ്പം സമയം മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നാളെ കാണാം. നാളെ ഏതെങ്കിലും ജില്ല വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.